കോപ്രായക്കളിയല്ലെന്ന്, അതു ജനകോടികളുടെ ആയുസ്സു കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാലറിയൂ വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്, അതു ജനകോടികളുടെ ആയുസ്സു കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയൂ വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. കോമഡിയും മിമിക്സും പിന്നെ ഞാനും. നമസ്കാരം. കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കോമഡിയും മിമിക്സും എന്ന ഈ ഹാസ്യ പരമ്പര 500 എപ്പിസോഡുകൾ പൂർത്തിയാക്കി ഇതാ 501ാമത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ മുമ്പ്. കോമഡിയും മിമിക്സും പിന്നെ ഞാനും. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതാ 501ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കോമഡിയും മിമിക്സും പിന്നെ ഞാനും. കോമഡിയും മിമിക്സും പിന്നെ ഞാനും. അത് ശരി. ഇതന്നെ ഊടുവഴിക്കൊക്കെ എടാ, മെയിൻ റോഡിലെ ചെക്കിംഗ് പഠിച്ച് ആരും ആ വഴിക്ക് പോവാറുണ്ടോ? എല്ലാരും ഊടുവഴിക്ക് കേറിക്കൊണ്ടിരിക്കല്ലേ. ലൈസൻസ് എടുത്തോടാ. ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞങ്ങൾ ആരും അങ്ങനെ കട്ടെടുക്കുന്ന ആൾക്കാരല്ല. ഞാനൊരു മുട്ടായി പോലും ആരും കട്ടെടുത്തിട്ടില്ല. വണ്ടിക്ക് ലൈസൻസ് ഉണ്ടോന്ന്? അയ്യോ, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. വണ്ടിയുടെ ഉടമസ്ഥനോട് ചോദിക്കണം. ആരാടാ വണ്ടിയുടെ ഉടമസ്ഥൻ? എനിക്കറിയോ? അതും അറിയാൻ പാടില്ല. കട്ടുകൊടുന്ന വണ്ടിയാ നല്ലടാ. ഹെൽമെറ്റ് എവിടാ? ഹെൽമെറ്റ് ഹെൽമെറ്റ് അതല്ല സാറ് കേക്കട്ടെ. എന്റെ സാറേ, ഞാനീ പോന വഴിക്കുണ്ടല്ലോ, എന്റെ ഹെൽമെറ്റ് ആരണ്ട് അടിച്ചോണ്ട് പോയി. അതിന് സാറിനെ കണ്ട് പരാതി തരാൻ വന്നതല്ലേ ഞാൻ. അത് ശരി. അല്ലേ തന്നെ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് എന്നാ പ്രയോജനം സാറേ? ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് എന്നാ പ്രയോജനം? എന്ന് പ്രയോജനം എടാ, ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മരണത്തിന് രക്ഷപ്പെടാം. മനസ്സിലായില്ലേ? ചത്തുപോവില്ല. എന്റെ സാറേ, ഞാൻ ഈ വണ്ടി കൊണ്ട് പോണ വഴിക്ക് ഞാൻ അങ്ങനെ ചത്തുപോകാന്ന് വെച്ചു. ഇപ്പൊ എന്റെ ഇൻഷുറൻസ് പൈസ ആർക്ക് കിട്ടും? തന്റെ ഭാര്യ കിട്ടും. എന്താ? ഭാര്യക്ക് കിട്ടും. കൊടുക്കരുത് അവൾക്ക്. 10ന്റെ പൈസ കൊടുക്കരുത്. അവള് സാറിന് അറിയാൻ പാടാത്തന്നെ, അവരുടെ സ്വഭാവം സാറിന് അറിയാൻ പാടാത്തന്നെ കേട്ടോ. നമ്മളെ ചത്തുപോക്കിന്റെ പൈസ കിട്ടില്ലേ? നിർബന്ധമായിട്ട് വെക്കണം. പാടില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ഇനി ഹെൽമെറ്റ് വെക്കാതിരിക്കുന്ന പ്രശ്നമില്ല. പോയി കളഞ്ഞവൻ. നിർത്ത്. ഹെൽമെറ്റ് എവിടാ? സാറ് ഞാനൊരു സംശയം ചോദിച്ചോ. എന്ത് സംശയമാണ്? 2 വീലറിന്റെ ബാക്കിലിരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമുണ്ടോ? ബാക്കിലിരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധം അല്ല. അല്ലല്ലോ. അല്ലല്ല. അപ്പൊ സാറ് നോക്ക്, ഞാൻ ബാക്കിലിരുന്ന് വണ്ടി ഓടിച്ചത്. അത് ശരിയാണല്ലോ. ഈ ബാക്കിലിരിക്കുന്നവർക്ക് ഹെൽമെറ്റ് വെക്കൽ നിർബന്ധം. ഇവൻ ബാക്കിലിരിക്കണല്ലോ. അപ്പൊ ഈ ബാക്കിൽ അത് ശരിയാ. നിർബന്ധമില്ല. ഒരു മിനിറ്റ് പോവാൻ വരട്ടെ. ലൈസൻസ് എവിടാ? ലൈസൻസ് എടുക്കാൻ മറന്നു സാറേ. മറന്നുപോയാ? മറന്നുപോയി. ബുക്കും പേപ്പറോടെ? ബുക്കും പേപ്പറും അത് മറന്നുപോയി സാറേ. അതുമില്ല. ഇൻഷുറൻസോ? ഇൻഷുറൻസ് മറന്നുപോയി സാറേ. ഇല്ല. പൊല്യൂഷനോ? പൊല്യൂഷൻ മറന്നു സാറേ. മറന്നു. ഒന്നുമില്ല. ഇന്ന് ഫൈൻ അടിച്ചിട്ടുള്ളൂ. ഈ ബുക്ക് എവിടെ സാറേ? അങ്ങനെ അത് ശരിയാ. ബുക്ക് എന്തത് ഇരിക്കട്ടെ സാറേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഒരിക്കലും നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല കേട്ടാ. പാടില്ല. വണ്ടിയെടുത്തോളൂ. അപ്പൊ സാറ് ചെയ്തോ ഒന്നും നിയമവിരുദ്ധമല്ല. പണിക്കരേട്ടനാ ഞാൻ കണ്ട്. അയ്യ, അതങ്ങനെയൊന്നല്ല പണിക്കേട്ടാ. അല്ല, ആ പയ്യന് ലൈസൻസ് ഉള്ള ബുക്കും പേപ്പറും ഇല്ല, പാവം. അപ്പൊ അവനെ ഞാൻ വെറുതെ വിട്ടപ്പോ ആ ഒരു സന്തോഷത്തിന് ചെറിയൊരു, അല്ലാതെ നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്യില്ല പണിക്കരേട്ടാ. നമ്മുടെ ഈ നിയമങ്ങളൊക്കെ നല്ലതാ. പക്ഷെ എല്ലാ നിയമങ്ങൾക്കും ഓരോ പഴുതുകളുണ്ട്. ഈ പഴുതുകളിലൂടെ സഞ്ചരിക്കാനാണ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഏറ്റവും വലിയ താല്പര്യം. പഠിക്കരേട്ടെ, ഞാൻ എന്തായി ചെയ്തത്? ഹെൽമറ്റോ ലൈസൻസോ ഒന്നുമില്ലാതെ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കവരിൽ നിന്ന് പിഴയിടാക്കി സർക്കാരിന്റെ ഖജനാവിലേക്ക് പൈസ കൊടുത്തോണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ ഖജനാവ് നടക്കാനല്ല, മറിച്ച് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് തലക്ക് പരിക്കേറ്റിട്ടാണ്. അതുകൊണ്ടാണ് ഹെൽമറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഹെൽമറ്റ് നിർബന്ധമാക്കിയിരുന്നു, പക്ഷെ കർശനമാക്കിയിരുന്നില്ല. പിന്നീട് ഈ അപകട മരണങ്ങൾ പെരുകിയപ്പോൾ ഹെൽമറ്റ് നിർബന്ധമാക്കി.
അത് കറക്റ്റാ. അല്ലേലും നമ്മൾ കേരളീയര് അങ്ങനെയാ. വലിയൊരു ബസ് അപകടം നടന്നപ്പോൾ ഈ ബസ്സിനകത്ത് എമർജൻസി ഡോറുകൾ നിർബന്ധമാക്കിയത്. പക്ഷെ എത്ര ബസ്സുകൾ ഇപ്പോഴും അത് പാലിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പിന്നെ അത് കർശനമാക്കാൻ അടുത്തൊരു വലിയ അപകടം സംഭവിക്കുന്ന പോലെ നമ്മൾ മലയാളികൾ കാത്തിരിക്കും. അതും കറക്റ്റാ. ഒരിക്കൽ തേക്കടിയിൽ ഒരു ബോട്ട് അപകടം നടന്നപ്പോഴാണ് അതിന്റെ സുരക്ഷാ നടപടികൾ നമ്മൾ നിർബന്ധമാക്കിയത്. അത് നിങ്ങളിപ്പോ പരിശോധിക്കാറുണ്ടോ? അതൊക്കെ നിങ്ങൾ മറന്ന്. പിന്നെ ഈ സൗമ്യ വധക്കേസിന് ശേഷം ഓരോ ലേഡീസ് കമ്പാർട്ട്മെന്റിലും ഓരോ പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇപ്പൊ അത് ആരെങ്കിലും പാലിക്കാറുണ്ടോ സാറേ? അതുകൊണ്ടല്ലേ ഈ പീഡനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടി എന്താ തടയാത്തത്? അത് മണലുകൊണ്ട് പോകുന്ന വണ്ടിയല്ലേ? അല്ല, അതിന് സർക്കാരിന്റെ ലൈസൻസിന് പണിക്കാരട്ടാ. ഓഹോ, അപ്പൊ സർക്കാരിന് ലൈസൻസ് ഉണ്ടെങ്കിൽ എല്ലാ വണ്ടിയും കടത്തിവിടും. ഈ മണൽ വാരല് കാരണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് അറിയാമോ സാറിന്? അല്ല, അതുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓഹോ, അപ്പൊ മദ്യപാനത്തിനും ഇതുപോലെ ലൈസൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല. അല്ല, മദ്യം വെക്കാനൊക്കെ പെർമിറ്റ് ലൈസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ സർക്കാർ. ഇങ്ങനെ പോയാ ബോംബെയിലെ പല കലാപരിപാടികൾക്കും ലൈസൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ കേരളത്തിൽ അങ്ങനെ എല്ലാത്തിനും ലൈസൻസ് കൊടുക്കും. അല്ല, പണിക്കരായിട്ടാണ് ചോദിച്ചു പോയതാ. നാട്ടിൽ മണൽ മാഫിയ തീർത്തു നല്ല നദികളെ കുഞ്ഞിളം കൈവീശി JCB നിന്ന് മാന്തണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഭൂമിയെയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഭൂമി ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഭൂമിക്ക് വേണ്ടി ജലം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല പല ഉപദ്രവങ്ങളും നമ്മൾ ഭൂമിക്ക് ചെയ്യുന്നുമുണ്ട്. പണ്ടൊരു പ്രയോഗമുണ്ട്, ഭൂമിയോളം ക്ഷമിക്കുക, ഭൂമിയോളം സഹിക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ഭൂമിക്കും സഹിക്കാൻ പറ്റാതായിട്ടുണ്ട് മനുഷ്യന്റെ ഉപദ്രവം. അതുകൊണ്ടാണ് ആവശ്യത്തിൽ കൂടുതലായി ഭൂമി നമുക്ക് ഉരുൾപൊട്ടല്, ഭൂകമ്പം, ചൂട് കൂടുതല്, മറ്റു പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ പലതും നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഭൂമിയെ മനുഷ്യനിങ്ങനെ കൃത്യമല്ലാതെ ഉപയോഗിക്കുന്നതിനെ പറ്റി വെറുതെ ഒരു നേരം പോക്കിനെഴുതിയ ഒട്ടും നേരം പോക്കല്ലാത്ത നെൽവയലിൽ പൈലടിച്ച ഫ്ലാറ്റുകൾ പൊങ്ങവേ പ്ലാസ്റ്റിക്കിന്റെ ബാഗിലിട്ട എത്രയോ വേസ്റ്റുകൾ താഴേക്കെറിയുവാൻ വയ്യാതായി. കാറിൽ വച്ചു കൊണ്ടുവന്നു പൊതുനിരത്തിൽ എറിയവേ കാട്ടിൽ തടി മാഫിയ വെട്ടി വല്യ മരങ്ങളെ ചൂടുകൂടി കേരളം ഗൾഫ് പോലെ ആയില്ലേ.
കാട്ടിൽ മണൽ മാഫിയ തീർത്തു നല്ല നദികളെ കുഞ്ഞിളം കൈവീശി JCB നിന്ന് മാന്തന് കോമഡിയും മിമിക്സും പിന്നെ ഞാനും